മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളിൽ പലരും അത്തരം സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിക്കുന്നവരും ആയിരിക്കുമല്ലേ? അത്തരമൊരു സ്നേഹത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഭക്ഷണം കൊടുത്തും സ്നേഹിച്ചും കുശലം പറഞ്ഞും പക്ഷിമൃഗാദികളെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുകയാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി കാവുമൂലയിലെ പവിത്രൻ. ബഷീർ എഴുതിയതുപോലെ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ കൂടിയാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തോട് പറയുകയാണ് ഈ 78-കാരൻ. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന പവിത്രനൊപ്പം എന്നും കാക്കകളും പൂച്ചകളും തെരുവ് നായ്ക്കളുമുണ്ട്. പവിത്രൻ പറയുന്നത് അവർക്കും അവരുടെ ശബ്ദം പവിത്രനും മനസ്സിലാകും. ഒരു നോട്ടത്തിലൂടെ തന്നെ പവിത്രന് പക്ഷിമൃഗാദികളുടെ മനസ്സിലെന്തെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. പവിത്രൻ ഒന്ന് നീട്ടി മൂളിയാൽ കുരച്ചു ചാടുന്ന തെരുവു നായ്ക്കൾ വാലാട്ടി നിൽക്കും. ഊണിലും ഉറക്കത്തിലും ഇവർ പവിത്രനൊപ്പമുണ്ട്. പലതിനും പവിത്രൻ പേരിട്ടിട്ടുമുണ്ട്. കിട്ടുവെന്നാണ് വീട്ടിൽ തമ്പടിച്ച നായയുടെ നേതാവിൻ്റെ പേര്. 6 തെരുവ് നായ്ക്കളും 4 പൂച്ചകളും 2 കാക്കകളും പവിത്രനും കുടുംബത്തിനുമൊപ്പമാണ് താമസം. താൻ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചോറ് പവിത്രൻ നായകൾക്കും പൂച്ചകൾക്കും കൊടുക്കും. അപ്പോഴേക്കും തെങ്ങിലെ ഓലത്തലപ്പിൽ നിന്നും കാക്കകൾ വന്ന് ചുമലിൽ വന്നിരിക്കും. ഒരു അരമണിക്കൂർ വരെ ചോദിച്ചിൽ തന്നെ ഊണ് ഒരു 12 മണിക്ക് ഞാൻ കഴിക്കുക. കുറച്ച് ഭക്ഷണത്തിന് രുചി കുറവാണ്. എനിക്ക് താല്പര്യക്കുറവാണ്. കുറേശ്ശെ ബാധിക്കുന്നു. അങ്ങനെ ഇവർക്കുള്ള ഭാര്യയിട്ട് കൊടുക്കും. കൈവെള്ളയിൽ ചെറു ഉരുളകളാക്കി വെച്ചു കൊടുത്താൽ യാതൊരു ഭയവുമില്ലാതെ കാക്കകൾ അത് കൊത്തിത്തിന്ന് സ്നേഹത്തോടെ പവിത്രനെ കൊക്കുരുമി തിരിച്ചു പോകും. എന്തിനാണ് ഇവരോടൊപ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന മറുചോദ്യമാണ് പവിത്രനുള്ളത്. പ്രായാധിക്യം കാരണം ഓട്ടോ ഓടിക്കുന്നത് നിർത്തിയെങ്കിലും കാക്കി ഷർട്ട് ഇട്ടുകൊണ്ട് മാത്രമേ പവിത്രൻ അധികവും പുറത്തിറങ്ങാറുള്ളൂ. സർക്കാർ നൽകുന്ന സാമൂഹ്യക്ഷേമ പെൻഷനാണ് ഇദ്ദേഹത്തിൻ്റെ ഏക വരുമാനം. മിണ്ടാപ്രാണികൾക്ക് വിശക്കുന്നുണ്ടോ എന്ന ആലോചന മാത്രമാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിലെന്നും.